എല്ലാവരും ഇവിടെയാണോ? ആ, എല്ലാവരും എവിടെയാ? വൈകിട്ടൊന്നുമില്ല, ചിലപ്പോൾ തോന്നുമെങ്കിൽ പോരും. ഒരു വഴിയാടി ഇവിടെ നാരായണി എന്തോ ഉടായിപ്പാണല്ലോ, ഓടിയല്ലോ എന്നെ കണ്ടപ്പോൾ. ഞാൻ ഇവിടെ പോയാന്നോ? ഞാൻ മുണ്ടക്കത്തായിരുന്നു, ഇപ്പം അല്ല വന്നേ. ആണോ? എന്നാടിത് എന്നാത്തിന്? ഇന്നൊന്നും പെയിന്റ് ഒന്നും ഇല്ലേ? എന്നെ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായെന്ന് കേട്ടിട്ടില്ല. അതാ സംഭവം. ആണോ? അല്ല, ഇതൊന്നും അല്ല. ഇതെന്റെ കല്യാണത്തിന്റെ സെക്കൻഡ് സാരി മറന്നുപോയല്ലേ? എന്റെ കല്യാണ സെക്കൻഡ് സാരിയാ, രണ്ടാം സാരി എന്ന് പറഞ്ഞ സാധനം. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ശ്യാമമ്മയ്ക്ക് ചേട്ടാൻ മേടിച്ചു കൊടുത്ത സാരി. ഇത് അത് കഴിഞ്ഞ് കല്യാണം 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചേട്ടാ ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് എനിക്ക് മേടിച്ചു തന്ന സാരി. ഇനിയുണ്ട് സാരി. അത് കഴിഞ്ഞ് പിന്നെ മേടിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാക്കമ്മയുടെ സാരി. ഇത് കാക്കമ്മയുടെ സാരി. കാക്കമ്മ ഇങ്ങനെ തന്നെ കാക്കമ്മ നല്ല സൂപ്പർ സാരി പോലും ഡ്രസ്സ് കിട്ടൂലോ. ഇത് കാക്കമ്മയുടെ തോർത്ത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാക്കമ്മ കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഞാൻ നിന്റെ ചേട്ടാ കാക്കമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത സാരി. അത് നമ്മ ഉടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വയ്യാഴിയൊക്കെ ആയിരുന്നപ്പോൾ അതിനെ ആ സാരി ജയ കണ്ടു പഠിക്കുന്നതാണോ ഇതൊക്കെ? ഇതെന്റെ കല്യാണത്തിന് എന്റെ കൂടെ എന്റെ കൂട്ടുകാരെനിക്ക് തന്ന സാരി. കൂട്ടുകാരുടെ പേര് പറയാന്നാ ധൈര്യം ഉണ്ട്. അവിടെ പേര് പറ, ധൈര്യം ഉണ്ട്. കുറെ പിള്ളേരുണ്ട്. ഒരാളുടെയും പേര് പറഞ്ഞു. എല്ലാരും കൂടെ ഒരു സാരി അല്ല തന്നെ, വേറെ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറെ സാധനങ്ങൾ, വേറെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് വരുന്നു. അയ്യോ, ഇങ്ങനെ സാരിയൊക്കെ എനിക്കുണ്ടല്ലേ. ഇത് പറയേണ്ട കാര്യമില്ലോ. കൊഞ്ചേച്ചി എനിക്ക് എടുക്കുന്ന സാരി ഗുരുവായൂർ. ഇതിനകത്ത് വന്ന അമ്മയുടെ ഉള്ളോ? അതല്ല ഞാൻ പറഞ്ഞേ, മൊത്തം എനിക്കേ ഉള്ളൂ. ഞാൻ ഇട്ടിട്ടില്ല, അതാ രസം. കൊഞ്ചേച്ചി വന്ന സാരി, മീന വന്ന സാരി. ഇത് എനിക്ക് അത് ശ്യാമള കൊടുത്ത, ഞാൻ കൊടുത്തില്ല. ഇത് ശാമ്പോയുടെ സാരി എന്തിയടി? ഇത് ശ്യാമളമ്മയ്ക്ക് മീന കൊടുത്ത സാരി. ശ്യാമളമ്മയ്ക്കാണ് പറഞ്ഞത് മീന കൊടുത്ത സാരി. ഇത് ശ്യാമളമ്മ കൊടുത്തിട്ട് പോയില്ല. എന്നാന്ന് വെച്ചാൽ ബ്ലൗസ് വെച്ചില്ലെന്നാണെന്ന് പറഞ്ഞത്. ഇനി ശ്യാമള കൊടുക്കും. എന്താണ് ഇത് ശ്യാമളമ്മയ്ക്ക് ചേട്ടാൻ മേടിച്ചു കൊടുത്ത സാരി. ഓർമ്മയുണ്ടോ? ഭയങ്കര കളറാന്നൊക്കെ ആൾക്കാർ കമന്റ് ചെയ്തില്ലേ? ശ്യാമളമ്മയ്ക്ക് ചെയ്യുമോ ഭയങ്കര കളറാന്ന്. ഞാൻ പറയാം, അന്നേരം ഞാൻ പറയും ഞാൻ മിക്കാറും കുടിക്കേണ്ടി വരും. കളറാ ശ്യാമളമ്മയ്ക്കൊക്കെ പറ്റാത്തില്ലായിരിക്കും. പക്ഷെ
ചേച്ചി അമ്മയ്ക്ക് കൊടുത്ത സാരി ആയിരുന്നു. പക്ഷെ അമ്മ അത് ഇട്ടിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. എന്നിട്ടാണെങ്കിൽ അമ്മ സാരി ഇല്ല. നമുക്ക് എന്ത് സാരിയായിരുന്നു ഉള്ളത്. കാരണം കാക്കമ്മ ഉടുക്കുന്നത് കളർ സാരിയായിരുന്നു. അമ്മ അങ്ങനെ സെറ്റും കൊണ്ടൊന്നും അങ്ങനെ അത് കൊടുക്കില്ല. അമ്മ എപ്പോഴും കളർ സാരി കൊടുക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ സാരി ഉണ്ടായിരുന്നു. പക്ഷെ ബ്ലൗസാണ് കുറവ്. എന്തോ സാരി ഉണ്ടെന്ന് കുറേ സാരി അങ്ങനെ കൊടുത്തില്ല. ഈ സാരി വേണം. എന്തിനാണെന്നറിയോ? ഇതന്നെ തയ്ക്കാനുള്ള ചിട്ടപ്പുഴ സാരി തയ്ക്കാൻ രണ്ടും കൂടെ പാല് ഒരു തൈരും വെച്ചിട്ട് പോരെ. എന്നിട്ട് മൊത്തം ഒന്ന് കൂട്ടി വെക്കാൻ പറയണേ. എത്രയും പേര് കേട്ടോ. അപ്പയുടെ പേരെന്നാ? അരുണപ്പ. മതിയോ? മതി. അപ്പ ഇവിടെ വെള്ളം പോയേക്കാം. എരിവുണ്ടോ? നല്ല സുഖമുണ്ട് തൊണ്ടയ്ക്ക്. തൊണ്ടയ്ക്കവനായുണ്ട്. ആരാ ആരാ? ഓ വന്നോ? കുളിക്കാനോ? ശ്യാമളമ്മേ, അവരൊന്നും വന്നില്ലേ? പ്രീമോനൊന്നും വന്നില്ലേ? പ്രീമോനൊന്നും വന്നില്ലേ? ഇല്ല. ഇല്ലേ? വരുമെന്ന് പറഞ്ഞോ? വരുമെന്ന് പറഞ്ഞ് ശ്യാമളമ്മ വന്നില്ല. ശ്യാമളമ്മയോട് പറഞ്ഞോ? എല്ലാരെയും പറ്റിക്കാൻ. കുളിക്കാൻ കയറുള്ളൂ. ശ്യാമളമ്മ ടൈം 6 മണിക്കാണല്ലോ. കുളിക്കുക. ബാ. ഹലോ, എന്നാണ് കുഞ്ഞമ്മേ? ഞാനല്ല, കുഞ്ഞമ്മയല്ല, കുഞ്ഞമ്മ. പണ്ടത്തെ സാരി ഓർക്കുന്നില്ലേ പൊന്നിന്റെ കല്യാണത്തിനല്ലേ? ആ ശ്യാമളയുടെ കയ്യിൽ എന്തോ സാരി ഉണ്ട്. 2-3 മേടിച്ചോണ്ട് പോകാൻ പറയായിരുന്നു. വേണ്ടെന്ന്. ഇവരെല്ലാം പുതിയ സാധനങ്ങളൊക്കെ ഇനി ആ ചേർത്തി അനിയത്തി പഴയ സാരിയൊക്കെ ആക്കണ്ട കൊടുക്കുക. ഈ പുതിയതിനേക്കാളും നല്ലതാണല്ലോ പഴയത്. ശ്യാമളമ്മ അതെ. ഇതെനിക്കാണോ? എനിക്ക് അപ്പൊ എനിക്കെന്ത്? എന്നെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ ഇവരെ കാണാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് ജയമ തരത്തിട്ടെന്ന്. ഇതെന്താ? അപ്പ ഇങ്ങനെ പൊട്ടിച്ചതാ. പൊട്ടിച്ചതാ. വലിക്ക് ഇന്നാടി പിള്ളേരെ മുട്ടായി തരാം. വലിക്ക്. ഞാൻ തരാം. എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ഇവിടുന്ന് മേടിച്ചാൽ മതിയായിരുന്നു സാധനങ്ങളെ. 65 രൂപ. എനിക്ക് പറ്റിയപ്പോൾ അതെന്നറിയോ? പേട്ടനെ മേടിക്കാൻ കൂടെ വന്നാ ഓടി ഒരു ഓട്ടോ കയറി ഇവിടെ കാഞ്ഞപ്പള്ളിക്ക് വരുന്ന വണ്ടിക്ക് ഇറങ്ങുന്നിടത്ത് കൊണ്ടാ നിർത്തി തന്നെ. കൊട്ടാരമല്ലേ? അടുക്കണം. എന്ത് ലാഭമാണല്ലോ. നിങ്ങൾക്ക് സാധാരണ സ്ഥലത്തുനിന്ന് മേടിച്ചാൽ പോരാ. എന്തിനാ കൊട്ടാരത്തിൽ നിന്നൊക്കെ മേടിക്കാം? ഇല്ല. ടൗൺ ബേക്കറി ഒക്കെ വില ഉണ്ടാവും. മക്കളൊക്കെ ഉള്ളപ്പോൾ നമ്മളങ്ങനെ വേണ്ട. നമ്മളെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ച ഇവരൊക്കെ തന്നെയാണ്. എന്നും എന്ത് വന്നാലും എന്തെങ്കിലും കൊണ്ടുവരും. അപ്പൊ ഇവരൊക്കെ വരുമ്പോ പ്രതീക്ഷിക്കും. ഇനി മേലെ കൊണ്ടുവന്നേക്കാരെന്ന് പറയാം. അവര് വൈകിട്ട് വരുമായിരിക്കും. വൈകിട്ട് അവർക്ക് പോകണം. അവര് ജോലിക്ക് പോകുമായിരിക്കുമല്ലോ. ഇവിടെ ഈ സന്ധിക്കണം ബേളൊക്കെ വെക്കുമ്പോഴേ സമയമായില്ലേ? നാരായണമൂർത്തേ ആനികളുണ്ടോ? വൻഭാഗ വെടിഞ്ഞുള്ളവരുണ്ടോ? ഇതുപോലെ ചോക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവന പാദം ഗുരുനാരായണവും. സന്യാസികളിൽ ഇങ്ങനെയില്ലിൽ മതങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോലെ വേദാഗമസാരങ്ങളറിഞ്ഞൊരുവൻ താൻ. വേദാബഹുലക്ഷം ജനമങ്ങേ തിരുനാമം. യോഗം എങ്ങും
സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ ഭവൽപദം ആദിയിൽ പരബ്രഹ്മശക്തിയായുണർന്ന വൈഭവം അലൗകിക ചിന്യമാം അമ്മതൻ കിടാങ്ങളാം ഞങ്ങളിൽ കാരുണ്യമാഹരേ വലിയ മാമല മകളെ പാപനാശനാഹരേ നമ സന്തോഷമായ വരിക നാരായണായ നമം യാതൊന്ന് കാൺപത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതത് നാരായണ സ്തുതികൾ യാതൊന്ന് ചെയ്വത് നാരായണ അർച്ചനകൾ നാരായണായ നമം കോടി തുല്യം ഒരു ചക്രകരത്തിന് അകമേ ഭവിപ്പതിന് നാരായണായ നിക്ഷേപമാവരണീരണ്ട് ശക്തികളെ നയിക്കുന്നതെന്നു ഹരിനാരായണായ നമഃ. പാറമ്മേ ഭഗവാനെ അച്ഛ